ഞങ്ങളിപ്പോൾ പത്തനംതിട്ട പന്തളത്താണ്. ഇവിടെ കടക്കാട് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാ ആളുകളും ഇപ്പോൾ 2018 പ്രളയത്തെപ്പറ്റി പറഞ്ഞു. ഈ കടക്കാട് എത്തുമ്പോൾ ഈ നാട്ടുകാർക്കും 2018 പ്രളയത്തെപ്പറ്റി പറയുമ്പോൾ അവരുടെ ഓർമ്മയാണ് ഈ കാണുന്ന നായ. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ 2018 പ്രളയത്തിലാണ് ഈ നാട്ടിലേക്ക് ഇത് ഒഴുകിയെത്തുന്നതാണ്. ഇപ്പോൾ ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതായി മാറി, ഒരു കാവലാൾ കൂടിയാണ്. ഇതിൻ്റെ കഥ മുൻ പഞ്ചായത്ത് മെമ്പറോട് പറയുന്നതായിരിക്കും. എന്താണ് ഇത് 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ എത്തിപ്പെട്ട് ആ സമയത്തൊക്കെ ഇത് ശരിക്കും ആരോഗ്യപരമായിട്ടെല്ലാം മോശമായിട്ടിരുന്നൊരു പട്ടിയായിരുന്നു. ഇവിടെ വന്ന് നമ്മുടെ ആളുകൾ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അതിൻ്റെ മുറ്റത്ത് തന്നെ ഫുഡ് വെച്ച് കൊടുക്കും. ഇത് വന്ന് കഴിക്കും. വീട്ടിലെ സ്പെഷ്യൽ ഫുഡുകൾ, പ്രത്യേകം മന്തി വരെ മേടിച്ചു കൊടുത്താണ് ഈ പട്ടിയെ ഇപ്പോൾ നോക്കുന്നത്. പേര് ലോക്കി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇതിനെ വന്ന് കയറിയപ്പോൾ തന്നെ പേരിട്ടതാണ്. ഇപ്പം നിലവിൽ ഇരിക്കുന്ന ഈ ഷെഫീഖ് എന്ന് പറയുന്ന നമ്മുടെ ചേട്ടനുണ്ട്. പുള്ളിയായിരുന്നു ആ സമയത്ത് ഫുഡൊക്കെ കൊടുക്കുന്നത്. പുള്ളി ഗൾഫിൽ നിന്ന് വന്നെന്ന് കണ്ടാൽ ഈ പട്ടി ഓടി മുറ്റത്ത് പോയിരിക്കും. അതുപോലെ കെയറാണ് പുള്ളിയോടും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാവരോടും. നമ്മുടെ നാട്ടിലെ പ്രദേശത്തുനിന്നും ഒരിക്കലും വേറൊരു പട്ടികളെ കയറ്റാനോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വേറെ തെറ്റുധാരണയില്ല അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ആരെങ്കിലും വന്ന് കണ്ടാലും ഈ പട്ടി തന്നെ കുറച്ച് ആളുകൾ ഇപ്പം ഇത് തന്നെ ഈ ഇടയ്ക്ക് ഒരു അപകടം ഉണ്ടായി ഞങ്ങളുടെ. ഇതിന് മുമ്പ് ഒരു അപകടം ഉണ്ടായപ്പോൾ ഇതേ പട്ടി തന്നെയാണ് കുറച്ച് ആളുകളെ കൂട്ടി. ഷംസ് എന്ന് പറഞ്ഞ അണ്ണനെ വണ്ടി ഇടിച്ചപ്പം പട്ടിയാണ് കുറച്ച് ആളുകളെ മൊത്തം കൂട്ടിയത്. ഈ ഇടയ്ക്കും അതുപോലെ ഒരു അപകടം ഉണ്ടായി. നമ്മളുള്ള ഒരാളെ വണ്ടി ഇടിച്ച് പട്ടി കുറച്ചാണ് ഈ നാട്ടുകാരെ മൊത്തം ഉണർത്തി പെട്ടെന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാടിനൊരു എന്താ പറയുക, നമ്മുടെ ഒരാളായി തന്നെ ഈ പട്ടി മാറിയിട്ടുണ്ട് ഇവിടെ. എല്ലാവർക്കും സഹായമാണോ? എല്ലാവർക്കും സഹായമാണ്. 2018 ഒരു അതിഥി കൂട്ടാണ് നമ്മളിവിടെ എത്തിയത്. അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും ഒരു സഹായിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ലോക്കി. അതാണ് 2018 ഓർമ്മ വരുമ്പോൾ ഇവരോടൊപ്പം ഇപ്പോഴും ഈ പ്രളയഘട്ടത്തിലും ഇവരോടൊപ്പം നിൽക്കുകയാണ് ലോക്കി. നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിറ്റി ബാബു, കേരളി ന്യൂസ്, പത്തനംതിട്ട.